ആക്ച്വലി എനിക്ക് പറ്റിപ്പോയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ലൈഫ് പ്രൈവറ്റ് ആയിട്ട് വെക്കുക എന്നുള്ളതായിരുന്നു. അതെന്നെ കൊണ്ട് പറ്റിയില്ല. നമ്മൾ ആ സമയത്ത് അത് ആഘോഷിച്ചു. പിന്നീടാണ് അതിന്റെ ഓരോ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയത്. അപ്പൊ ഞാനൊരു റൂമർ സ്പ്രെഡ് ചെയ്യണ ഒരാളാണ്. അപ്പൊ ഞാനിങ്ങനെ പറയാണ്, ഡോക്ടർ റോബിനും ആരതിയും സെപ്പറേറ്റഡ് ആയി എന്ന് പറയാണ്. അപ്പൊ എന്റെ അടുത്ത് ഡോക്ടർ എങ്ങനെ റിയാക്ട് ചെയ്യാം? അമേരിക്കയില് വലിയൊരു ഇടിയും ഭൂകമ്പവും അല്ലെങ്കിൽ ഈ പറഞ്ഞ ചുഴലിക്കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ മെഹർ വെറുതെ ഇരുന്ന് പേടിക്കേണ്ട കാര്യം ഉണ്ടാവും? അത് അവിടെയല്ലേ നടക്കുന്ന അല്ലേ? അതവിടെ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ നമ്മുടെ കാര്യം ചെയ്തുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. ഒരു ഷോ റൺ ചെയ്ത് പോകുമ്പോഴത്തേക്ക് TRPന് എന്തുമാത്രം വാല്യൂ കൊടുക്കുന്നോ അതേപോലെ അതിലെ കണ്ടസ്റ്റൻസിന്റെ ലൈഫിനും പ്രാധാന്യം കൊടുക്കുക. നമ്മൾ എന്താണോ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വഴി ആ ഒരു മനുഷ്യനെ വെറുക്കുകയും വെറുക്കാതിരിക്കുക എല്ലാം ചെയ്യാണ്. മനസ്സിലായില്ലേ? ഇപ്പൊ എന്റെ കയ്യിൽ എല്ലാത്തിനും പ്രൂഫ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യായിരുന്നു, എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് ഇപ്പോഴും ഞാൻ ഒന്നും അങ്ങനെ എവിഡൻസോ കാര്യങ്ങളൊന്നും എനിക്ക്, കാരണം അങ്ങനെ ഞാൻ ഒരിക്കലും ജീവിക്കുന്ന ഒരാളല്ല. അർജുനെ ഇഷ്ടമില്ലെന്നല്ല, അർജുനെ എനിക്ക് ഇഷ്ടമാണ്. ഈസ് ലൈക്ക് ഒരു സിമ്പിൾ ഒരു നല്ലൊരു കുട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു എന്താ പറയാ, ഇറ്റ്സ് ലൈക്ക് കുറച്ചുകൂടെ ഒരു ഒരു പവർ ഉണ്ട്. അർജുൻ ഞാൻ പറയാം വളരെ സിമ്പിളാണ്. പിന്നെ പുള്ളിക്കാരൻ പിന്നെ കാണാനും നല്ലൊരു പേഴ്സണാലിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പയ്യനാണ്. പിന്നെ എന്താ പറയാ, ലൈക്ക് ഒരുപാട് സർവൈവ് ചെയ്ത് വന്ന ഒരു പയ്യനാണ് ഫീൽ ചെയ്തിട്ടുണ്ട്. ഡോക്ടർ റോബിന്റെ കല്യാണം എന്ന് നടക്കും എന്ന് നോക്കിയിരിക്കുന്ന ആളുകളോട് കൊണ്ട് തോറ്റു. ഞാൻ അങ്ങനെ അവരെ കൊണ്ട് തോറ്റൊന്നുമില്ല. കാരണം നമ്മളെ പറ്റി കൺസേൺ ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ. കാരണം എനിക്ക് ഈ ഒക്ടോബർ 34 വയസ്സാവുന്നു. സോ ഒബ്വിയസ്ലി എന്തായി കല്യാണം, എന്താണ് കാര്യങ്ങളൊക്കെ കൺസേൺ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. എനിക്ക് ബിഗ് ബോസ് കൊണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഫെയിം ആയിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങളിലേക്ക് എത്തണം, ഇഷ്ടപ്പെടണം. അതിന്റെ 100 മടങ്ങ് എനിക്ക് കിട്ടി, അത് മതി. ഞാനും നമ്മുടെ സീക്രട്ട് ഏജന്റും കൂടെ പ്ലാൻ ചെയ്ത് കുറെ കാര്യങ്ങൾ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല, മനസ്സിലായി. നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാന്നുള്ളതല്ലാതെ പുള്ളിക്കാരന്റെ കാര്യം ചെയ്യുന്നു, ഞാൻ എന്റെ കാര്യം ചെയ്യുന്നു. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ചക്കം പക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ചക്കം പക്കത്തില് എന്താ ചേട്ടാ ചിരിച്ചത്? ചക്കം പക്കത്തിൽ ഇന്നപ്പോ എന്റെ കൂടെ ഉള്ളത് എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ആണ്. അപ്പൊ ഞാൻ ഏറെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു ഡോക്ടർ റോബിൻ. റോബിൻ ചേട്ടാ, വെൽക്കം ടു ദി ഷോ. ചക്കം പക്കം. ഓക്കെ, ചക്കം എന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ്, പക്കം എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്കുകളാണ്. സ്റ്റാർട്ട് ചെയ്താലോ? ടാസ്ക് ഞാൻ ചെയ്യണോ? സിമ്പിൾ ടാസ്ക് ആണ്, എനിക്കൊന്നും വേണ്ട. ഇത്രയും സിമ്പിൾ ടാസ്ക് വേറെ ഒരു ഗസ്റ്റിനും കൊടുത്തിട്ടില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇതിനകത്ത് എങ്ങനെയാന്ന് വെച്ചാല് ഞാൻ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് വായിക്കും. അപ്പം യെസ് ആണെങ്കിൽ യെസ് മെഹർ എന്ന് പറയാ, നോ ആണെങ്കിൽ നോ മെഹർ എന്ന് പറയാം. അപ്പം 2 സ്റ്റേറ്റ്മെന്റ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ടാസ്ക് വരും. സ്റ്റാർട്ട് ചെയ്താലോ? ഫസ്റ്റ് ചക്കം. റെഡി അല്ലേ? ചാടി ചാടി നിൽക്ക്. ഓക്കെ. ബിഗ് ബോസ് ഷോ കൊണ്ട് ജീവിതം മാറി മറിഞ്ഞ ആളാണ് ഞാൻ. അതെ, യെസ് മെഹർ. യെസ് മെഹർന്ന് മാത്രത്തിൽ നിർത്തരുത്. അത് പറയണോ? ഒബ്വിയസ്ലി ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എപ്പോഴും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജന്മത്തിൽ 2 ജീവിതം എന്ന് പറയുന്ന രീതിയിൽ ബിഗ് ബോസ് ബിഫോർ ബിഗ് ബോസ്, ആഫ്റ്റർ ബിഗ് ബോസ്. കാരണം ഞാനൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു ചേട്ടനിട്ടത്. ഫസ്റ്റ് എയർപോർട്ടിലോട്ട് പോകുമ്പോ ഒറ്റയ്ക്ക് പോകുന്നതും പിന്നീട് വരുമ്പോ എല്ലാവരും അത്ര ഒരു സ്വീകരണമൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയായിരുന്നു, പക്ഷെ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷെ അത് ഞാൻ എന്താ ആഗ്രഹിച്ചോ അതിന്റെ ഒരു 100 മടങ്ങ് എനിക്ക് കിട്ടി. അത് ഞാൻ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്, എന്താ പറയാ, എക്സ്ട്രീംലി ഹാപ്പിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ചക്കം. ചില സമയത്ത് മറ്റുള്ളവരോട് ക്ഷമിച്ചത് കൊണ്ടും മൗനം പാലിച്ചത് കൊണ്ടും ഡോക്ടർ റോബിനെ ചുറ്റിപ്പറ്റിയുള്ള ജെനുവിൻ ഫാക്ട്സ് പിന്നീട് പുറത്തു വന്നു. യെസ് മെഹർ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ചില കാര്യങ്ങൾ ഇപ്പൊ എന്റെ കയ്യിൽ എല്ലാത്തിനും പ്രൂഫ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യായിരുന്നു, എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് ഇപ്പോഴും ഞാൻ ഒന്നും അങ്ങനെ എവിഡൻസോ കാര്യങ്ങളൊന്നും എനിക്ക്, കാരണം അങ്ങനെ ഞാൻ ഒരിക്കലും ജീവിക്കുന്ന ഒരാളല്ല, മനസ്സിലായില്ല. അപ്പൊ അത് കാരണം ഞാൻ പിന്നീട് ആലോചിച്ചിട്ടുണ്ട്, എന്റെ കയ്യിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്റെ പക്ഷം കൂടെ പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ കാലം തെളിയിച്ചു. ആൻഡ് ഇപ്പം എന്റെ ഭാഗത്തും ശരിയുണ്ടായിരുന്നു എന്ന് അറിയുന്നു. അപ്പൊ അതില് ഭയങ്കര സന്തോഷമുണ്ട്, ഹാപ്പിയാണ്. അപ്പൊ നമ്മുടെ ടാസ്കിലോട്ട് പോയാലോ? ബിഗ് ബോസ് അൾട്ടിമേറ്റിൽ ഡോക്ടർ കാണാൻ ആഗ്രഹിക്കുന്ന 3 പേരുടെ ലിസ്റ്റ്. 3 പേര്.
രഞ്ജിനി ഹരിദാസ്, ബ്ലസ്ലി, വിഷ്ണു സീസൺ 5-ല്. എന്തുകൊണ്ട് ഇവര് മൂന്നുപേരും? ഇവര് മൂന്നുപേരും BB മെറ്റീരിയൽസ്, നല്ല ഗെയിമേഴ്സാണ്. ബിഗ് ബോസ് എന്താണെന്ന് മനസ്സിലാക്കി കളിക്കുന്ന ആൾക്കാരാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഡോക്ടർക്ക് പോവാനൊരു സാധ്യത? ഞാൻ പോകത്തില്ല, വിളിച്ചാലും പോകത്തില്ല. ഓക്കെ, നമുക്ക് പോവാം. നെക്സ്റ്റ്, റിയൽ ബിഗ് ബോസ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇന്നും ഞാനൊരു വിന്നർ തന്നെയാണ്. വിന്നർ എന്ന് പറയുന്ന ബിഗ് ബോസിലെ വിന്നർ എന്ന് പറയുന്ന കപ്പല്ല. നമ്മൾ ഒരുപാട് പേര് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ ആ ഒരു ഇമോഷണലി കണക്ട് ആവുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വിന്നർ എന്ന് പറയുന്നത്. പിന്നെ ട്രോഫി എന്ന് പറയുന്നത് ഓക്കെ, അതൊരു വിന്നറിന് കിട്ടുന്ന തന്നെ. ഇതിൽ വന്ന ബിഗ് ബോസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരും വിന്നേഴ്സ് ആണ്. പിന്നെ എൻ്റെ ഒരു ഇതിലെന്ന് വെച്ചാൽ ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ മനസ്സിൽ വിന്നർ എന്ന് വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എന്നെ ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? 70 ദിവസമാണെങ്കിലും 70 ദിവസം കൊണ്ട് ഒരുപാട് പേര് ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ അവർക്ക് കണക്ട് ആവുക. ഇപ്പോഴും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഓരോ ദിവസവും ഓരോരുത്തരെ കാണുമ്പോഴാണെങ്കിൽ സംസാരിക്കുമ്പോഴും അവരുടെ ഉണ്ടായ എക്സ്പീരിയൻസ് 2 വർഷം മുന്നേ ഉണ്ടായ കാര്യങ്ങളെല്ലാം എപ്പോഴും പറയുമ്പോഴും സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു എന്ന് അറിയുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി നമ്മുടെ മനസ്സിൽ നമ്മൾ ആ ഒരു കാര്യത്തിൽ ജനഹൃദയങ്ങളിൽ നമുക്കൊരു സ്ഥാനം കിട്ടിയതിൽ ഞാൻ വിന്നറാണ് എന്നേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, ശത്രുക്കൾ ഉണ്ടാവുന്നത് നമ്മൾ വിജയിക്കാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. യെസ് മെഹർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ട്രാക്ക് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവും. മനസ്സിലായില്ലേ? കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടാണല്ലോ നമുക്ക് ശത്രുക്കൾ ഉണ്ടാവുന്ന. മനസ്സിലായില്ലേ? അപ്പം ഒബ്വിയസ്ലി എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. ഞാൻ പോകുന്ന ട്രാക്ക് കറക്റ്റ് ആണെന്നും എനിക്കറിയാം. പിന്നെ ഞാൻ എന്താന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്യങ്ങൾ വലുതാകുമ്പോഴത്തേക്ക് ഈ ശത്രുക്കളുടെ എണ്ണവും ശത്രുക്കളുടെ അല്ലെ, അപ്പം അത്രയും വലിയ ഇത് നോക്കുമ്പോ ഇപ്പോഴത്തത് കമ്പയർ ചെയ്ത് നോക്കുമ്പോ ചെറുതാണെന്നുള്ള രീതിയിൽ ഒരു ഹാപ്പി ഒരു എന്താ പറയാ ആശ്വാസം. ഓക്കെ, അപ്പോ നമ്മുടെ പക്കം സ്വന്തം പേരിൽ അവസാനം കേട്ട ഒരു റൂമർ പറയുക. സ്വന്തം പേരിൽ അവസാനം കേട്ട റൂമറാ? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ സർക്കിൾ എന്ന് പറയുന്നത് വളരെ കുറച്ചാ. എന്നോട് ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്ക് വളരെ കുറച്ച് പേരെ എന്നോട് ഇന്ററാക്ട് ചെയ്യാറുള്ളൂ. ഈ പറഞ്ഞ ആൾക്കാർ ആരും എൻ്റെ അടുത്ത് വന്ന് ഒന്നും പറയാറില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം, എൻ്റെ അടുത്ത് വന്ന് ഒരു നെഗറ്റീവും ഇവരാരും എൻ്റെ അടുത്ത് പറയാറില്ല. അങ്ങനെ പറയുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? ഇവരാരും, അവർക്ക് അറിയാം എനിക്ക് എൻ്റെ അടുത്ത് പറയുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവരാരും പറയാറില്ല. പിന്നെ ഞാൻ ഒന്നും എന്ത് ചെയ്യാറില്ല, കാര്യത്തിൽ എടുക്കത്തില്ല. പിന്നെ അങ്ങനെ ഞാൻ പറയാം, എന്റെ സർക്കിളിൽ ആരും എന്റെ അടുത്ത് ഒന്നും പറയാറില്ല. സോഷ്യൽ മീഡിയയിൽ എങ്ങനെ? സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടത് എന്തായിരുന്നു? കേട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും നമ്മുടെ സീക്രട്ട് ഏജന്റും കൂടെ പ്ലാൻ ചെയ്ത് കുറെ കാര്യങ്ങൾ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. മനസ്സിലായി? നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാന്നുള്ളതല്ലാതെ പുള്ളിക്കാരന്റെ കാര്യം ചെയ്യുന്നു, ഞാൻ എന്റെ കാര്യം ചെയ്യുന്നു. നമ്മൾ രണ്ടുപേരും കമ്പൈൻ ചെയ്ത് ഒരു കാര്യമൊന്നും ചെയ്യുന്നില്ല, അത്രേ ഉള്ളൂ. അതെ. അങ്ങനെയാണെങ്കിൽ ഈ ടാസ്ക് ഞാൻ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. അപ്പൊ ഞാനൊരു റൂമർ സ്പ്രെഡ് ചെയ്യണ ഒരാളാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ പറയാണ്, ഡോക്ടർ റോബിനും ആരതിയും സെപ്പറേറ്റഡ് ആയി എന്ന് പറയാണ്. അപ്പൊ എന്റെ അടുത്ത് ഡോക്ടർ എങ്ങനെ റിയാക്ട് ചെയ്യാ? ചൂടായിക്കോ, പ്രശ്നമില്ല. ആണോ? ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? അങ്ങനെയല്ല, ഞാൻ ഇപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചോദിക്കാം. ഇപ്പം ഇത് മഴ ഇടിയും പേടിയുണ്ടോ? ഇടി പേടിയുണ്ട്. ഇപ്പം മെഹർ താമസിക്കുന്ന കേരളത്തിലെ കൊച്ചിയിലാണ് അല്ലേ? ഇപ്പം അമേരിക്കയില് വലിയൊരു ഇടിയും ഭൂകമ്പവും അല്ലെങ്കിൽ ഈ പറഞ്ഞ ചുഴലിക്കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് മെഹർ വെറുതെ ഇരുന്ന് പേടിക്കേണ്ട കാര്യമുണ്ടോ? അത് അവിടെയല്ലേ നടക്കുന്നത് അല്ലേ? അതവിടെ നടന്നുകൊണ്ടിരിക്കും. നമ്മൾ നമ്മുടെ കാര്യം ചെയ്തോണ്ടിരിക്കും, അത്രേ ഉള്ളൂ. പല സ്ഥലത്തും പലതും പറയും. ആക്ടിംഗ് സെഗ്മെന്റാ. ഞാനിങ്ങനെ പറയും, ഇങ്ങനെ പറയുമ്പോ ചേട്ടൻ എടുത്ത് ചൂടായിക്കോ, കുഴപ്പമില്ല. ചൂടാവണം? ചൂടായിക്കോ, പ്രശ്നമില്ല. മയത്തിലൊക്കെ ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ചുമ്മാ ആക്ട് ചെയ്ത് എനിക്ക് ദേഷ്യപ്പെടാൻ അറിഞ്ഞൂടാ. എനിക്ക് ഫീലിംഗ്സ് നല്ലൊരു ആക്ടറാണ്. അല്ല, ആക്ടർ ആണെന്ന് വെച്ചാൽ ഒബ്വിയസ്ലി എനിക്ക് ആക്ടിങ് ഇഷ്ടമാണ്. പക്ഷെ എന്നും പറഞ്ഞ് എനിക്ക് പർപ്പസിൽ ഇപ്പൊ ആക്ട് ചെയ്യാനായിട്ട് അറിയത്തില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പം നമ്മൾ തമ്മിൽ സെപ്പറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള വയലൻസ് ആണ് നമുക്ക് കാണേണ്ടത്. ഞാൻ പറയട്ടെ, ഇപ്പം ചോദിച്ച ചോദ്യം എന്താ, നമ്മൾ തമ്മിൽ സെപ്പറേറ്റഡ് ആണെന്നുള്ളത് പറയുന്നു അല്ലേ? പക്ഷെ ആരതിപ്പൊടി അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പൊ സെപ്പറേറ്റഡ് അല്ല എന്നുള്ള ഫാക്ട് ഉള്ളിൽ കിടക്കുമ്പോൾ നമ്മൾ എങ്ങനെ അഭിനയിക്കും? എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി പറയണമായിരിക്കും, അടിച്ചു മൂക്കാൻ വേണ്ട ഇറങ്ങുമെന്ന് പറയണമായിരിക്കും. അതല്ലേ വേണമെന്നത്? ഇല്ല, ഞാൻ പറഞ്ഞില്ല. അതൊക്കെ ഓരോ സാഹചര്യത്തിൽ ഞാൻ പറയും, നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയുക, അത് തിരിച്ചറിയുന്നത് മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് വാട്ട്. ഇപ്പം പറയാൻ ഉദ്ദേശിച്ചു, ഇപ്പൊ അത് പറഞ്ഞു കാണിക്കുക എന്നുള്ള എന്റെ തീരുമാനമാണ്, പറയണോ വേണ്ടെന്നുള്ളത്. ഞാൻ പറയുന്നില്ല, തൽക്കാലം വേണ്ട. അങ്ങനെ നിങ്ങൾ എന്നെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കണ്ട.
അപ്പോ ഒന്ന് കാണണം. ബിഗ് ബോസ് ഷോയെ പറ്റി പറഞ്ഞ പ്രസ്താവനകൾ തിരിച്ചെടുക്കാൻ തോന്നിയിട്ടില്ല. ഇല്ല, എന്റെ നിലപാടുകളിൽ ഞാൻ അടിയുറച്ച് തന്നെയാണ് നിൽക്കുന്നത്. കാരണം അതിനി മാറ്റേണ്ട കാര്യമില്ല, അത്രേ ഉള്ളൂ. ഞാൻ പറഞ്ഞാലും സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു ചേട്ടനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടാൻ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഞാൻ ഈ ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് അവരുടെ അടുത്തൊക്കെ ചോദിച്ചു, ലൈക്ക് ഡോക്ടർ റോബിനിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ ഒരു കാര്യം ഇതാണ്, നിലപാടിൽ അപ്പോഴും അന്നും ഇന്നും എന്നും ഉറച്ചു നിൽക്കുന്നു. അതെ, നമുക്കത് ഇപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് തന്നെ നിൽക്കും, മനസ്സിലായി. പക്ഷെ എപ്പോഴും നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ ശരിയാവണമെന്നില്ല. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ തെറ്റായിപ്പോയി അല്ലെങ്കിൽ അബദ്ധമായിപ്പോയി എന്ന് പറഞ്ഞാൽ അത് തിരുത്താനുള്ള മനസ്സുള്ള ഒരാളാണ് ഞാൻ, മനസ്സിലായില്ലേ. പിന്നെ വ്യക്തിയുടെ കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇഷ്ടങ്ങൾ മാറാം. അതിൽ നിലപാടല്ല മാറുന്നത്. ഒരു വ്യക്തിനെ നമുക്ക് ഇഷ്ടപ്പെടുന്നതിൽ അതിൽ ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ആ വ്യക്തി ചിലപ്പോൾ അന്ന് അങ്ങനെ കാണിച്ചു, പിന്നീട് നമ്മൾ ഇതായി, പിന്നെ ഫ്രണ്ട്സ് ആകുമ്പോഴത്തേക്ക് അന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തന്നെ നമുക്ക് വീണ്ടും പറയാൻ പറ്റും. പക്ഷെ ചില കാര്യങ്ങളിൽ എന്റെ നിലപാടിൽ ഞാൻ അതേപോലെ തന്നെ അടിയുറച്ച് തന്നെ നിൽക്കും, അത് എന്ത് വന്നാലും, അതിനി ആരെന്ന് പറഞ്ഞാലും. ബിഗ് ബോസ് സീസൺ 6 ഒരു ക്രേസി സീസൺ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇത് ഒരു ജഗബോഗയായിരുന്നു. എന്തൊക്കെയോ കോൺട്രവേഴ്സീസ്, എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നു. എനിക്ക് ഡീപ്പായിട്ട് കുറെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. അല്ല, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ക്രേസി ആണോന്നും എനിക്കറിയത്തില്ല, പക്ഷെ കുറെ കാര്യങ്ങളൊക്കെ ശരിയല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി. അത്ര തന്നെ, ശരിയല്ലാന്ന് തോന്നി ചില കാര്യങ്ങളൊക്കെ സീസൺ 6. ഓക്കെ, അപ്പൊ നമ്മുടെ ടാസ്ക് ഈയിടെ സോഷ്യൽ മീഡിയ കമന്റ്സിൽ സ്ഥിരം കേൾക്കുന്ന ക്വസ്റ്റ്യൻ. എന്നാ കല്യാണം? അതെ, അതാണ് എല്ലാവർക്കും അറിയേണ്ടത്. കല്യാണം ആക്ച്വലി ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്തു, മണ്ടൊക്കെ പോയി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞ കണക്ക് ആക്ച്വലി എനിക്ക് പറ്റിപ്പോയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ലൈഫ് പ്രൈവറ്റ് ആയിട്ട് വെക്കുക എന്നുള്ളതായിരുന്നു. അതെന്നെ കൊണ്ട് പറ്റിയില്ല. നമ്മൾ ആ സമയത്ത് അത് ആഘോഷിച്ചു. പിന്നീടാണ് അതിൻ്റെ ഓരോ പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയത്. അപ്പം ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ ഒരു 5 ദിവസം മുന്നേ മാത്രമേ നമ്മൾ പബ്ലിക്കിൽ എന്ത് ചെയ്യത്തുള്ളൂ, പറയത്തുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, അതാണ് നല്ലതെന്ന് നമ്മൾ ഫാമിലിയായിട്ട് എടുത്ത തീരുമാനം, അത്രേ ഉള്ളൂ. ഓക്കെ, മറ്റുള്ളവർക്ക് വളരെ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ആണ്. കാരണം ഞാൻ ബ്ലൈൻഡ്ലി എല്ലാവരും വിശ്വസിക്കും. എല്ലാവരും വിശ്വസിക്കും. അത് എന്റെ ഏറ്റവും വലിയ നെഗറ്റീവാ. ഇപ്പൊ ഞാൻ കുറെ എനിക്ക് പേടിച്ചിട്ടാണ് ഞാൻ പലരും ഇപ്പൊ എല്ലാവരും ഒരു ഡിസ്റ്റൻസിൽ വെക്കുന്നത്. കാരണം ഞാൻ ഇപ്പം കുറച്ചു നേരം ആരുടെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ എല്ലാം എന്ത് ചെയ്യും, ഞാൻ അങ്ങ് ഓപ്പൺ അപ്പ് ചെയ്യും. മേ ബി ചിലപ്പോൾ എനിക്ക് കുട്ടിക്കാലം മുതൽ അധികം ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട്, അധികം സംസാരിക്കാൻ ആൾക്കാർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഭയങ്കര ടോക്കറ്റീവ് ആയിട്ട് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. എന്റെ മനസ്സിലൊന്നും ഇരിക്കത്തില്ല. ഞാൻ പൊടി പറയാറുണ്ട് ചില സമയത്ത്, എനിക്ക് ഈ സർപ്രൈസോ ഇതൊന്നും എന്റെ മനസ്സിൽ ഇങ്ങനെ നിൽക്കത്തില്ല. ഞാൻ അതൊക്കെ എനിക്ക് പറഞ്ഞാലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുള്ളൂ. അപ്പം അത് ആക്ച്വലി എൻ്റെ ഒരു എന്താ പറയുക, ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു മാറ്റേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. ഇപ്പൊ ഞാൻ ഒരുപാട് അതിലൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ ബ്ലൈൻഡ്ലി ഒന്നും ആരും വിശ്വസിക്കാനോ അല്ല, എല്ലാ കാര്യത്തിലും 1-2 പ്രാവശ്യം ചിന്തിച്ചിട്ടൊക്കെ പറയാറുള്ളൂ. ഓക്കെ, വിവാദങ്ങളിലേക്ക് ഇന്നും എന്റെ പേര് വലിച്ചിഴക്കുന്നത് കൂടുതൽ അറ്റൻഷൻ സീക്കിങ്ങിനു വേണ്ടി ചിലർ ചെയ്യുന്ന ടെക്നിക്കാണ്. ഒബ്വിയസ്ലി, കാരണം എന്റെ ഇത് പറയുമ്പോൾ കുറച്ചു പേരെങ്കിലും ആ കണ്ടന്റ് കാണും. അതെ, പണ്ടത്തെ പോലെ ഒരുപാട് പേരില്ലെങ്കിലും കുറച്ചു പേര് ഇപ്പോഴും കാണുന്നവരുണ്ട്. അതെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പലരും എന്റെ പേര് വലിച്ചഴിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അനാവശ്യമായിട്ട് പല സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. അപ്പം അത് ചെയ്യാതിരിക്കാൻ എനിക്ക് പറയാനേ പറ്റത്തുള്ളൂ. ചെയ്യുന്നതൊക്കെ പിന്നെ അവരെ കാര്യമാണ്, എന്ത് ചെയ്യാൻ പറ്റും, അതിപ്പൊന്നും ചെയ്യാൻ പറ്റില്ല. അത് തന്നെയാണ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്റർടൈൻമെന്റ് വേൾഡാണ്. അവിടെ എന്ത് നടക്കും, മനസ്സിലായില്ലേ. അപ്പം എക്സ്ട്രീം വരെ പോവാതിരിക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ടാസ്ക് ആണ് ദിസ് സോ ദാറ്റ് സെഗ്മെന്റ്. ഇത് ചേട്ടൻ നമ്മളെ മൈൽ സ്റ്റോണിൽ തന്നെ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ബിഗ് ബോസ് സീസൺ 5 ഓർ ബിഗ് ബോസ് സീസൺ 6? ബിഗ് ബോസ് സീസൺ 4. അതില്ല. അല്ല, കാരണം എന്താണെന്നറിയാം, ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട എന്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്റെ സീസൺ ആണ് എന്നും പറഞ്ഞിട്ട് ഞാൻ അതാണോ ഏറ്റവും വലിയ സീസൺ എന്നൊന്നല്ല ഉദ്ദേശിച്ചത്. എന്റെ പേഴ്സണൽ ഫേവറേറ്റ് സീസൺ 4 ആണ്. അതുകൊണ്ട് സീസൺ 4. സീസൺ 5ഉം 6ഉം എല്ലാ സീസണും നല്ലതാണ്. പക്ഷെ എനിക്ക് എന്റെ സീസൺ ആണ് പേഴ്സണൽ ഫേവറേറ്റ്. ഞാൻ പറയാം വലിയ സീസൺ എന്നല്ല ഞാൻ പറഞ്ഞു, പേഴ്സണൽ ഫേവറേറ്റ് സീസൺ 4. കണ്ടിട്ടുണ്ട് ബിഗ് ബോസ് സീസൺ 5ഉം 6ഉം? ഇല്ല, ഫുള്ളി കണ്ടിട്ടില്ല. ഓക്കെ, അർജുൻ ഓർ അഭിഷേക്? അർജുൻ, ഇപ്പോഴത്തെ അർജുൻ ഓർ അഭിഷേക്? ഏത് അഭിഷേക്? അഭിഷേക് ശ്രീകുമാർ ഓർ അഭിഷേക് ശ്രീകുമാർ? ശ്രീകുമാർ ആണോ ഉദ്ദേശിച്ചത്? അതെ, ശ്രീകുമാർ. ശ്രീകുമാർ ആൻഡ് അർജുൻ. എനിക്ക് അഭിഷേക് ശ്രീകുമാറിനെയാണ് ഇഷ്ടം. അതെന്തുകൊണ്ടാണ്? പേഴ്സണലി അറിയണോണ്ടാണോ? ഇല്ല, പേഴ്സണലി രണ്ടുപേരും പേഴ്സണലി എനിക്ക് അറിയത്തില്ല. പക്ഷെ
എനിക്ക് അഭിഷേക് ശ്രീകുമാറിനെ കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് എന്തെങ്കിലും ഫാക്ടർ ആയിരിക്കും, എനിക്ക് എന്ത് ഫാക്ടർ എന്ന് വെച്ചാൽ അറിയത്തില്ല. എനിക്ക് അതിലേക്ക് എന്ന് പറഞ്ഞാൽ അർജുനെ ഇഷ്ടമില്ലെന്നല്ല, അർജുനെ എനിക്ക് ഇഷ്ടമാണ്. ഈസ് ലൈക്ക് ഒരു സിമ്പിൾ, ഒരു നല്ലൊരു കുട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അഭിഷേക് ശ്രീകുമാർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു എന്താ പറയാ, ഇത് ലൈക്ക് കുറച്ചുകൂടെ ഒരു ഒരു പവർ ഉണ്ട്, സ്ട്രോങ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മേ ബി സ്ട്രോങ് ആണെന്ന് ഫീൽ ചെയ്തതാണ്, അതുകൊണ്ടായിരിക്കും. ചേട്ടാ, അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് വിന്നറിനെക്കാട്ടിലും ഇപ്പൊ ഏറ്റവും കൂടുതൽ ആക്സെപ്റ്റൻസ് കിട്ടിയിട്ടുള്ളത് അർജുൻ ശ്രീതു ആ ഒരു കോംബോ ആണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് തോന്നിയിട്ടുണ്ടോ? അത് അവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടായിരിക്കും. എല്ലാവർക്കും അവരെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഇപ്പൊ കണ്ട എല്ലാവർക്കും അവരെ ഇഷ്ടപ്പെടണമെന്നില്ല. ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. പിന്നെ നല്ലതല്ലേ അവർക്ക് അക്സെപ്റ്റ് ചെയ്യുന്നതും അവരെ ഇഷ്ടപ്പെടുന്നതും നല്ലതല്ലേ? ആൾക്കാർ ഇഷ്ടപ്പെടുന്നതല്ലേ ഏറ്റവും വലിയ കാര്യം. അർജുനിലോട്ട് ആൾക്കാർ കൂടുതൽ അർജുൻ ഞാൻ പറയാം വളരെ സിമ്പിൾ ആണ്. പിന്നെ പുള്ളിക്കാരൻ പിന്നെ കാണാനും നല്ലൊരു പേഴ്സണാലിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പയ്യനാണ്. പിന്നെ എന്താ പറയാ, ലൈക്ക് ഒരുപാട് സർവൈവ് ചെയ്ത് വന്നൊരു പയ്യനാണ് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഫാമിലി പേഴ്സൺ ആണ്. ഇത് ലൈക്ക് വെരി ഭയങ്കര സിമ്പിളായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ട് നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആരെയും വെറുപ്പിക്കാതെ ഒരു ഇതിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു കോംബോ കൊണ്ടാണോ ലൈക്ക് ലാസ്റ്റ് വരെ എത്തിയതെന്ന് തോന്നിയിട്ടുണ്ടോ? എനിക്ക് നമ്മുടെ സീസൺ അധികം ഞാൻ കണ്ടിട്ടില്ല, ഇവരൊക്കെ വീഡിയോസ് ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. പിന്നെ അവരെ പേഴ്സണൽ ചോയ്സ് അല്ലേ അവരെ കോംബോയും കാര്യങ്ങളും, അതിൽ ഞാൻ എന്താ അഭിപ്രായം പറയാൻ, എനിക്ക് അതിനെ പറ്റി അറിയത്തില്ല. ഓക്കെ, പ്രൊഫഷണൽ ലൈഫ് ഓർ പേഴ്സണൽ ലൈഫ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിച്ചത്? ദിസ് ഓർ ദാറ്റ് അതാണോ? എനിക്ക് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻറ്റ്. എൻ്റെ പ്രൊഫഷണൽ ലൈഫും എൻ്റെ ഫാമിലി ലൈഫും എൻ്റെ പേഴ്സണൽ ലൈഫും പാഷനും ഇഷ്ടമാണ്. ഒരേപോലെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഇത് മൂന്നും ഒരുമിച്ച് കൊണ്ടുപോകാന്ന് പറയുന്നത് പാടുള്ള കാര്യമാണ്. ഇപ്പൊ കറന്റ് ഞാൻ എൻ്റെ ഫാമിലി ലൈഫും എൻ്റെ പാഷനെയാണ് ഞാനിപ്പം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അറ്റ് ദി സെയിം ടൈം എനിക്ക് എൻ്റെ പ്രൊഫഷനിലേക്ക് എപ്പോൾ വേണമെങ്കിലും വരാം, മനസ്സിലാവും. പക്ഷെ ഞാനിപ്പോൾ ഡോക്ടറായിട്ട് തിരിച്ച് വർക്ക് ചെയ്യാൻ കയറി കഴിഞ്ഞാൽ എൻ്റെ ഗ്രാഫ് അതേപോലെ സ്റ്റേബിൾ ആയിട്ട് പോകും. നമുക്ക് വിചാരിച്ച കണക്ക് പോകാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയല്ല ഡോക്ടർ എന്ന് പറയുന്നത്. സോ ഒബ്വിയസ്ലി അതിന് വേണ്ടി എന്താ പറയുക, ഇച്ചിരി സമയം എടുക്കും. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ബ്രേക്ക്, ഞാനൊരു 2 years ബ്രേക്ക് എടുത്തു. അപ്പോൾ അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ സ്വന്തമായിട്ട് ഒരെണ്ണം ചെയ്യണമെന്നും ആഗ്രഹമുണ്ട്. എല്ലാം ഞാൻ പറയാം, സമയം എടുത്ത് ഞാൻ ചെയ്യത്തുള്ളൂ. എടുത്തു ചാടി ചെയ്യാൻ വയ്യ, മനസ്സിലായി, അത്രേ ഉള്ളൂ. എടുത്തു ചാടി അത് ഒന്ന് പ്ലാൻ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ചെയ്യാന്നുള്ളത്. ഓക്കെ, പീസ് ഓർ ഹാപ്പിനെസ്? പീസ്. സമാധാനം ഉണ്ടെങ്കിൽ സന്തോഷം വരും, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ഡോക്ടർ റോബിന്റെ കല്യാണം എന്ന് നടക്കും എന്ന് നോക്കിയിരിക്കുന്ന ആളുകളോട് കൊണ്ട് തോറ്റു. അങ്ങനെയൊന്നുമില്ല. ഒന്നും കൂടെ വെക്കണം. അല്ല, എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ അവരെ കൊണ്ട് തോറ്റൊന്നുമില്ല. കാരണം നമ്മളെ പറ്റി കൺസേൺ ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ. കാരണം എനിക്ക് ഈ ഒക്ടോബർ 34 വയസ്സാവുന്നത്. സോ ഒബ്വിയസ്ലി എന്തായി കല്യാണം, എന്താണ് കാര്യങ്ങളൊക്കെ കൺസേൺ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. പിന്നെ വെറുതെ കുറെ പേര് ചൊറിയാൻ ചോദിക്കുന്നുണ്ടായിരിക്കും. കല്യാണം എന്തായാലും നടക്കും, അത്രേ ഉള്ളൂ. അവരുടെ അടുത്തൊന്നും കൊണ്ടൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. അവർ പിന്നെ പറയേണ്ട ഒരു, അവരെ പറ്റി നമ്മൾ ബോധേഡാകുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇപ്പൊ ഇങ്ങനെ പറയുമ്പോൾ അയ്യോ അങ്ങനെ നമ്മൾ കുറച്ചുകൂടെ പേഴ്സണലി എടുക്കുമ്പോഴാണ് ഇത് പ്രശ്നമാകുന്നത്. അല്ലാതെ എനിക്കതൊന്നും എന്നെ അഫക്ട് ചെയ്യുന്നില്ല. ഓക്കെ, I believe I'm always a king. I believe I always a king ആ? അയ്യോ ഇല്ല, ഞാൻ കിങ് ആണെന്നൊന്നും ഞാൻ ഒരിക്കലും ചിന്തിക്കുന്നില്ല. ഐ ബിലീവ് ദാറ്റ് ഐ ആം എ ഗുഡ് ഹ്യൂമൻ ബീങ്. ഗുഡ് ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവ് നല്ല കാര്യം ചെയ്യുന്ന മാത്രമല്ല ഒരു ഗുഡ് ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത്. തെറ്റുകൾ സംഭവിച്ചാലും ആ തെറ്റുകളിൽ നിന്ന് പഠിച്ച് തിരുത്താനുള്ള മനസ്സുള്ള ഒരാളും ഗുഡ് ഹ്യൂമൻ ബീങ്. അങ്ങനെ ഒരു രീതിയിൽ മേ ബി ഐ ആം എ ഗുഡ് ഹ്യൂമൻ ബീങ്, അല്ലെങ്കിൽ ഒരു ബെറ്റർ ഹ്യൂമൻ ബീങ് ആവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് എന്ന് പറയാം. ഞാൻ ചേട്ടൻ്റെ റിസർച്ച് ചെയ്ത ടൈമിൽ, ചേട്ടനെ പറ്റി റിസർച്ച് ചെയ്ത സമയത്ത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു കോമന്റ് ഉണ്ട്. ഞാൻ അപ്പോൾ അത് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരിടത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് പ്രജകളെ ചേർത്തു നിർത്തി രാജാവിൽ നിന്നും പലതും പ്രതീക്ഷിച്ചു കൊണ്ടുവന്നവർ രാജാവിൽ നിന്നും ഒന്നും കിട്ടുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ രാജാവിനെ നശിപ്പിക്കാൻ നോക്കി. പാവം രാജാവ് തളർന്നില്ല, കാരണം അദ്ദേഹം സത്യത്തിൽ വിശ്വസിക്കുന്നു. കല്ലെറിയാതെ കുറെ പ്രജകൾ മാറി നിന്നു, കാരണം അദ്ദേഹത്തിന്റെ നന്മയെ അവർ വിശ്വസിക്കുന്നു. ഇന്ന് കാലം കാത്തുവെച്ച കാവ്യനീതി അദ്ദേഹത്തിന് കല്ലെറിഞ്ഞവരെ കൊണ്ട് ഒരേ ഒരു രാജാവെന്ന് പറയിപ്പിച്ചു. ഇതാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഇതില് ഞാൻ രാജാവോ അവർ പ്രജകളോ അല്ല, ഒരിക്കലും ഞാൻ രാജാവോ അല്ല അവർ പ്രജകളോ അല്ല. ഒരു സാധാ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന കുറച്ച് സാധാ മനുഷ്യർ, അത്രേ ഉള്ളൂ. അത്രേ. ഇതില് കല്ലെറിയാനോ കാര്യങ്ങളൊന്നുമില്ല. ചിലർക്ക് എന്നെ ഇഷ്ടമല്ലായിരിക്കും, ചിലര് എനിക്ക് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കും, ചിലർ എന്നെ ഇഷ്ടപ്പെടും. ഇതാണ് ലൈഫ് എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവരെയും നമ്മളെ കൊണ്ട് ഇഷ്ടപ്പെടുത്തിക്കാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ലൈഫിന്റെ ഫ്ലോയിൽ അങ്ങ് പൊയ്ക്കൊണ്ടേ ഇരിക്കുക, അത്രേ ഉള്ളൂ. ഇപ്പം അന്നിപ്പോൾ കുറച്ച് പേർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് ആൾക്കാർക്കൊക്കെ. ഇപ്പം ഇന്നിപ്പം ഓക്കെ എൻ്റെ ഭാഗത്തും ശരിയുണ്ടെന്ന് പറയുമ്പോൾ സന്തോഷം.
നാളെ ചിലപ്പോൾ ഇവരൊക്കെ മാറ്റിയും പറയാം. ആരെയും നമുക്ക് ഒരിക്കലും ഒന്നും സ്റ്റേബിൾ അല്ല, എല്ലാം എപ്പോഴും വേണമെങ്കിലും മാറാവുന്നതേ ഉള്ളൂ. പിന്നെ മാക്സിമം ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു 500 പേരെ കൊണ്ട് നമ്മൾ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഒരു 5000 കൊണ്ട് പേരെ കൊണ്ട് ഇഷ്ടപ്പെടുത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു മോട്ടീവ്. സോ ഇതിൽ രാജാവും ഇല്ല, പ്രജയില്ല, സാധാ മനുഷ്യനെ ഇഷ്ടപ്പെടുന്ന സാധാ ആൾക്കാർ, സാധാ മനുഷ്യനെ ഇഷ്ടപ്പെടാത്ത സാധാ മനുഷ്യർ, അത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് ടാസ്ക് ആണ് ബിഗ് ബോസ് സീസൺ 7 ചേട്ടൻ ആഗ്രഹിക്കുന്ന ഒരു മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? മാറ്റങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, മെയിൻ ആയിട്ടുള്ള മാറ്റങ്ങൾ ഒബ്വിയസ്ലി ഇതൊരു ഷോ ആണ്. സോ അതിന് റീച്ച് വേണം, TRP വേണം, എല്ലാം വേണം, എന്നാലേ സക്സസ്ഫുൾ ആവും. കാരണം ഇതിന്റെ പിന്നിൽ ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട്. ഒരു വലിയ ചാനലാണ്, ഇതെല്ലാം ഒരു ഷോ റൺ ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടണം. ആ ബെനിഫിറ്റ് കിട്ടുന്നതിന്റെ കൂട്ടത്തിൽ മനസ്സിലായില്ലേ, അതിലെ ആരെയും ഞാൻ എന്ത് പറയാനും ഞാൻ അത്ര വലിയ ആളൊന്നുമല്ല. പക്ഷെ ഒരു ഷോ റൺ ചെയ്ത് പോകുമ്പോഴത്തേക്ക് TRPന് എന്തുമാത്രം വാല്യൂ കൊടുക്കുന്നോ അതേപോലെ അതിലെ കണ്ടസ്റ്റൻസിന്റെ ലൈഫിനും പ്രാധാന്യം കൊടുക്കുക. കാരണം ഇൻസ്റ്റന്റ് ഫെയിം കിട്ടുന്നതോട് കൂടി നമ്മൾ എന്താണോ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വഴി ആ ഒരു മനുഷ്യനെ വെറുക്കുകയും വെറുക്കാതിരിക്കുക എല്ലാം ചെയ്യാണ്, മനസ്സിലായില്ലേ? അപ്പൊ അവിടെ സൈബർ ബുള്ളിങ്, സൈബർ അറ്റാക്ക് എല്ലാം നേരിടുന്നുണ്ട്. സൈബർ അറ്റാക്ക്, സൈബർ ബുള്ളിങ് നേരിടുന്ന ഒരാൾക്ക് മാത്രമേ എന്തുമാത്രമാണ് ഇതിന്റെ ഒരു ബുദ്ധിമുട്ടെന്നുള്ളത് അറിയത്തുള്ളൂ, അത് ഫേസ് ചെയ്യുന്നവർക്ക് അറിയത്തുള്ളൂ. ഇതിൽ കയറിയിട്ടുള്ള എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, ആർക്കാണ് കിട്ടാത്തത്? എല്ലാ മനുഷ്യരും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, TRPക്ക് വാല്യൂ കൊടുക്കുന്നതിന്റെ കൂട്ടത്തില് കണ്ടസ്റ്റൻസിന്റെ ലൈഫിനും പ്രാധാന്യം കൊടുക്കുക, ജനങ്ങളുടെ ഇമോഷനും പ്രാധാന്യം കൊടുക്കുക, അത്രേ ഉള്ളൂ. ചേട്ടാ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിച്ചാൽ, ഇപ്പൊ ബിഗ് ബോസ് മലയാളം ഇപ്പം 6 സീസൺ കഴിഞ്ഞു, ഇപ്പോൾ ഇത്രയും വിമർശനങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോഴും പ്രേക്ഷകർ അത് കാണുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാന്ന് തോന്നിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, ഒബ്വിയസ്ലി മനുഷ്യരെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വീട്ടിൽ എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ നോർമലി രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതായിരിക്കില്ല യൂഷ്വലി ആളുകൾക്ക്. ഐ മീൻ, ഇപ്പൊ നമ്മളാണെങ്കിൽ തന്നെ മനുഷ്യരാണെങ്കിൽ നമ്മളെ ലൈഫിലുണ്ടായ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ മെഹറിന് ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പില് ഇപ്പൊ പാസ്റ്റ് റിലേഷൻഷിപ്പാണ്, അതിലെ നെഗറ്റീവ് കാര്യമായിരിക്കും ആദ്യം കൂടുതലും വരുന്നത്, പോസിറ്റീവ് അല്ല. പോസിറ്റീവ് ആയിരിക്കും 80% ഉണ്ടായിട്ടുള്ള, 20% ആയിരിക്കും എന്ത് ചെയ്തിട്ടുള്ള നെഗറ്റീവ് ഉണ്ടായിട്ടുള്ള. പക്ഷെ നമ്മൾ കൂടുതലും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ വേറെ ചിന്തിക്കുന്ന ആ 20% എന്താണ്, നെഗറ്റീവ് സംഭവിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ ഹ്യൂമൻ ടെൻഡൻസി എന്ന് പറയുന്നത് എപ്പോഴും ഒരു നെഗറ്റിവിറ്റി, അല്ലെങ്കിൽ ഒരു അടിബഹളം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യം. ഇപ്പൊ കുറച്ച് മുന്നേ തന്നെ മെഹർ എന്താ ചെയ്തത്, ഞാൻ ആ മറ്റേ അടിച്ച് മൂക്കാൻ വേണ്ട പറയണം എന്നുള്ള ഡയലോഗ് പറയണം എന്നുള്ളത് പറയുമ്പോഴേ ആൾക്കാർ കാണുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ചിന്താഗതി എന്തുണ്ട് ആൾക്കാരിലേക്കുണ്ട്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു നല്ല രീതിയിൽ സംസാരിക്കുന്ന കോൺവെർസേഷൻ കാണുന്നതിനെക്കാട്ടിയും അത് കാണാൻ, ഇപ്പൊ അത് പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതൊരു ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ ഒബ്വിയസ്ലി അത് കാണാൻ വേണ്ടി ഒരു 2000 പേര് കൂടുതൽ വരുമായിരുന്നു, മനസ്സിലായി? പക്ഷെ അങ്ങനെ വരണ്ട, നമുക്ക് കാണുന്ന ഒരു 10 പേരാണെങ്കിലും ഹാപ്പി ആയിട്ട് ഫീൽ ഗുഡ് ആയിട്ട് നല്ല രീതിയിൽ കണ്ടുപോകുക, അത്രേ ഉള്ളൂ. ചേട്ടാ, ഇപ്പൊ ബിഗ് ബോസ് സീസൺ 6 വരെ ലാലേട്ടൻ ആങ്കർ ചെയ്തു. അപ്പൊ എന്റെ ഒരു ആഗ്രഹമാണ് ഒരു സീസൺ ചേട്ടൻ ആങ്കർ ചെയ്യണമെന്ന്. ഇല്ല, എന്താ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. എനിക്ക് ബിഗ് ബോസ് കൊണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഫെയിം ആയിരുന്നു ആഗ്രഹിച്ചിരുന്ന, അല്ലെങ്കിൽ ഒരുപാട് ജനങ്ങളിലേക്ക് എത്തണം, ഇഷ്ടപ്പെടണം. അതിന്റെ 100 മടങ്ങ് എനിക്ക് കിട്ടി, അത് മതി. അല്ലാതെ ഈ ഒരു ഷോയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കണമെന്നൊന്നും എനിക്ക് സത്യം പറയാൻ താല്പര്യം ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്, അടുത്ത ഘട്ടത്തിലേക്ക് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ അപ്പം ഒബ്വിയസ്ലി എനിക്ക് അതിൽ താല്പര്യം ഇല്ല, ഞാൻ അതിന് നിൽക്കത്തുമില്ല. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു, അൾട്ടിമേറ്റിൽ പോലും പോവാത്ത ഒരാളെ എങ്ങനെയാണ് പിന്നെ ഷോ ആങ്കർ ചെയ്യാനായിട്ടുള്ള ഇതിൽ നിൽക്കുന്നത്? ഒരിക്കലും. അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസ് സീസൺ 7 ലാലേട്ടൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ പറയുവാണെങ്കിൽ ചേട്ടൻ സജസ്റ്റ് ചെയ്യുന്ന 2 പേരാരൊക്കെ ആയിരിക്കും? അല്ലെ, ഇപ്പം ഇതിൽ മെയിൻ ആയിട്ടുള്ള 2 പേരെയാണ്, അല്ലെങ്കിൽ 1 or 2 പേരാണ് ആൾക്കാർ, ഐ മീൻ ഈ ഒരു ഷോയിന് ആവശ്യം. ഇപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ അല്ലെങ്കിൽ മമ്മൂക്ക ഇത് നിൽക്കുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഈ ഒരു ഷോയിൽ വലിയൊരു കാര്യമാണ്. എനിക്കിപ്പോ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഈ ഒരു ഷോ ആങ്കർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം പുള്ളിക്കാരൻ ഒരു വ്യക്തിത്വം ഉണ്ട്, നിലപാടുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ്റെ ഏജ് ഒരു ഫാക്ടറാണ്. ഈ വരുന്ന കണ്ടസ്റ്റൻസ് ആണെങ്കിലും അത് പുള്ളിക്കാരെ കൺസിഡർ ചെയ്ത് അത് പറയാൻ നിൽക്കണം. ഇപ്പൊ ലാലേട്ടൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഏജിന്റെയും കൂടെ ഒരു റെസ്പെക്ട് ഉണ്ട്, നമുക്ക് ആ ഒരു എക്സ്പീരിയൻസിന്റെ റെസ്പെക്ട് ഉണ്ട്. പുള്ളിക്കാരന് ഇപ്പം എത്ര, എനിക്കൊന്ന് 40 വയസ്സിന് അടുത്തല്ലേ ആവുന്നുള്ളൂ. അപ്പം ഈ വരുന്ന കണ്ടസ്റ്റൻസ് ഒക്കെ അതിനെക്കാട്ടിയും കൂടുതൽ വയസ്സുള്ള ആൾക്കാരാകുമ്പോഴത്തേക്ക് ഇവർക്ക് ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അങ്ങോട്ട് തിരിച്ചു പറയാനുള്ള ഒരു ടെൻഡൻസി ചിലപ്പോൾ എന്ത് ചെയ്യും, കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഷോനെ തന്നെ അഫക്ട് ചെയ്യും, മനസ്സിലായി? സുരേഷ് ചേട്ടൻ ചെയ്ത് എങ്ങനെയുണ്ടാവും? പുള്ളിക്കാരൻ ചെയ്യുന്നത് നന്നായിരിക്കും. പക്ഷേ പുള്ളിക്കാരൻ ഇപ്പൊ ഒരു മിനിസ്റ്റർ ആയതുകൊണ്ട് പുള്ളിക്കാരന്റെ ഇപ്പം എല്ലാം കൂടെ പുള്ളിക്കാരനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, നടക്കുന്ന കാര്യം പറഞ്ഞാൽ പോരെ. പക്ഷെ പുള്ളിക്കാരൻ ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിലപാടൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്, പിന്നെ എല്ലാം ചോദ്യം ചെയ്യുന്ന ഒരാളാണ്, പിന്നെ അങ്ങനെ എല്ലാ കാര്യത്തിനും വഴങ്ങി കൊടുക്കുന്ന ഒരാളും അല്ലാന്ന് എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അപ്പം അങ്ങനെ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി.
അങ്ങനെയാണെങ്കിൽ ഒരു ചേഞ്ചിന് ഒരു ഫീമെയിൽ ഹോസ്റ്റിനെ കൊണ്ടുവരാൻ തോന്നുകയാണെങ്കിൽ ചേട്ടൻ സജസ്റ്റ് ചെയ്യുന്ന 2 പേര്. ഫീമെയിൽ ഹോസ്റ്റ് ഇല്ല. ഈ ഷോന്റെ ഹോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു എല്ലാം നമ്മൾ നോക്കും. സൽമാൻ ഖാനെയാണ് ബോളിവുഡിൽ, ഇപ്പം തമിഴിലാണെങ്കിൽ കമലഹാസൻ, എല്ലാത്തിലും വലിയ വലിയ ആൾക്കാരാണ് എന്ത് ചെയ്തേക്കുന്നത് വെച്ച്. കാരണം എന്തുകൊണ്ടാണ് വലിയ ആൾ അതിനെ താണ്ടി ആരും എന്ത് ചെയ്യാൻ പാടില്ല, ഈ പറയുന്ന കണ്ടസ്റ്റൻസ് ആണ്. കാരണം ആ റെസ്പെക്ട് അതിൽ കീപ്പ് ചെയ്യുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് അതിനെ താണ്ടി പോവാത്ത രീതിയിൽ എന്ത് ചെയ്യാത്തത് നോക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഫീമെയിൽ ഒന്നും ആരും എനിക്ക് തോന്നിയിട്ടില്ല പേഴ്സണലി. മമത ചേച്ചി ആണ് ആങ്കറിങ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഗോസിപ്സ് ഇപ്പൊ കേൾക്കുന്നുണ്ട്. കേട്ടിരുന്നോ? ഇല്ല, ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ. കേൾക്കുന്നുണ്ട്, എനിക്ക് അറിയത്തില്ല, ഞാൻ അത് കേട്ടിട്ടില്ല. പിന്നെ ആങ്കർ എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി അടിപൊളിയായിരിക്കും. പക്ഷേ ബിഗ് ബോസിന്റെ ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കമാൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. തിരിച്ചു പറയാൻ പാടില്ല. ഇപ്പൊ നമ്മൾ ലാലേട്ടനെ തിരിച്ചു പറഞ്ഞാൽ ലാലേട്ടൻ പറയാം റോബിനെ അത് ചെയ്യുന്ന പറഞ്ഞാൽ ശരി ലാലേട്ട ചെയ്യാം, അല്ലാതെ നമ്മൾ പറ്റൂല ലാലേട്ട ഞാൻ എന്റെ ഇഷ്ടത്തിന് പോകും എന്ന് പറയാൻ ഉള്ള ഒരു സംഭവം എന്ത് ചെയ്യരുത്, ഒരു അങ്ങനത്തെ ഒരു ഹോസ്റ്റ് ആവാൻ പാടില്ല. അത്രേ ഉള്ളൂ. ഈ ഷോ എന്ന് പറയുമ്പോൾ അത്രയും ആൾക്കാർ അതിൻ്റെ അകത്ത് അത്രയും പ്രഷറിലാണ് നിൽക്കുന്നത്, സ്ട്രെസ്സിലാണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ ഇടയിൽ എങ്ങനെ റിയാക്ട് ചെയ്യും, എപ്പോഴാണ് കൈവിട്ട് പോകണമെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല, മനസ്സിലായില്ല? അത് ഒരിക്കലും ഒരു ഷോവിനെ അഫക്ട് ചെയ്യുന്ന രീതിയിൽ പോകാനും പാടില്ല. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം ചേട്ടാ ഒരുപാട് താങ്ക്സ് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന്. താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. നന്ദി എന്ന്